ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നല്ല മൈലാഞ്ചൊക്കെ ഇട്ട് കല്യാണത്തിന് പോകാൻ വേണ്ടി നിൽക്കണം കേട്ടോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഈ ഒരു ടോപ്പും അതിൽക്കൊരു ധോത്തി സ്കേർട്ടുമാണ് പെയർ ചെയ്യണം കേട്ടോ. ഇതൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചു. പക്ഷെ എൻ്റെ ഹെയർ മാത്രം സെറ്റാക്കിയില്ല. ഈ ഹെയർ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാർലർക്ക് പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പൈസ, ടൈം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനെക്കാട്ടി സ്മൂത്ത് ആയിട്ട് നമുക്ക് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രീക്സിൻ്റെ ഹെയർ ഹൈലൈറ്റിംഗ് കിറ്റ് മാത്രം മതി കേട്ടോ. ഇത് യൂസ് ചെയ്ത് നമുക്ക് വീട്ടിൽ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫെസ്റ്റീവ് മേക്ക് ഓവർ ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ളിൽ എന്തൊക്കെ നോക്കിയാൽ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 കാണാൻ പറ്റും. സ്റ്റെപ്പ് 1 ആയതൊരു അലുമിനിയം ഫോയിൽ പേപ്പറാണ്, ഒരു ഡെവലപ്പർ, പിന്നെ 2 ബ്ലോണ്ടർ പൗഡർ ഉണ്ടാവും, ഒരു ബ്രഷ് ഉണ്ടാവും, പിന്നെ ഒരു ഗ്ലൗസും ഉണ്ടാവും കേട്ടോ. യൂസർ മാൻ ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അത് നോക്കി നമുക്ക് മനസ്സിലാക്കാം. ഇവർക്ക് 15 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഡെവലപ്പർ വരുന്നുണ്ട്, പിന്നെ ഒരു കളറന്റ് ക്രീം വരുന്നുണ്ട്, പിന്നെ ഒരു കണ്ടീഷണർ ആണ് കേട്ടോ വരുന്നത്. ഇതങ്ങനെ മിക്സ് ചെയ്യാൻ നോക്കിയാലോ, ഒരു നോൺ മെറ്റാലിക് ബൗൾ എടുത്തതിന് ശേഷം നമ്മൾ ഡെവലപ്പർ ആദ്യം ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് നമ്മൾ ഈ ബ്ലോണ്ടർ പൗഡർ ഇല്ല, അത് 2 പാക്കറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ വേണ്ടത്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ വേണ്ടത്. നമുക്ക് പാർലർക്ക് പോയാൽ ഒരുപാട് ടൈം എടുക്കും, പൈസയും ചിലവാണ്. പക്ഷെ ഇത് അതിലേറെ ഈസിയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ബിഫോർ ഹെയർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെ കളർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഗ്ലൗസ് ഇടണം. ഗ്ലൗസ് മസ്റ്റ് ആണ് കേട്ടോ, അല്ലെങ്കിൽ റിയാക്ഷൻ എന്തെങ്കിലും വന്നാൽ പ്രശ്നമാവും. പിന്നെ നമുക്ക് അലുമിനിയം ഫോയിൽ പേപ്പറില്ല, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പാർട്ട് ഹെയർ എടുത്തിട്ട് അലുമിനിയം ഫോയിൽ പേപ്പറിൻ്റെ മേലെ വെച്ചിട്ട് കളർ ചെയ്യാൻ കേട്ടോ വേണ്ടത്. ഇത് നമ്മൾ 100% ഗ്രേ ഹെയർസ് വരെ കവർ ചെയ്ത് തരും കേട്ടോ. പിന്നെ നമുക്ക് നല്ല ഗ്ലോസി ഷൈനി ആയിട്ടുള്ള ഹെയർസ് ആണ് കിട്ടുക. അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള പാർട്ടൊക്കെ ഞാൻ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 30 മിനിറ്റോളം വെയിറ്റ് ആക്കാം കേട്ടോ. 30 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കേണ്ടത്. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് ഹൈലൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു പാർലറിൽ പോയാൽ എങ്ങനെയാണ് നമ്മൾ ഹെയർ കളർ ചെയ്യുക, അതേപോലെ കേട്ടോ നമുക്ക് ടൈം ലാഭിച്ചിട്ട് ഇവിടെ ഹെയർ കളർ ചെയ്യാൻ പറ്റുക. അങ്ങനെ ഞാൻ ഷാമ്പു യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉണക്കി കൊടുത്തു. ഉണക്കിയതിന് ശേഷമുള്ള ലുക്കാണ് കേട്ടോ ഇത്. ഇനി സ്റ്റെപ്പ് 2 സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് തന്നെ നമ്മൾ കളറന്റ് ക്രീം ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഡെവലപ്പറും കൂടി മിക്സ് ചെയ്യാൻ കേട്ടോ വേണ്ടത്. നമ്മൾ സാധാരണ പാർലർക്ക് പോയാൽ ഭയങ്കര ടൈമും ചിലവാണ്, പിന്നെ പൈസ അതിലേറെ ചിലവാണ് കേട്ടോ. പക്ഷേ ഈ സ്ട്രീറ്റിൻ്റെ ഹെയർ ഹൈലൈറ്റിംഗ് കിറ്റ് യൂസ് ചെയ്താൽ അതിൽ 10% പോലും പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണോ ചെയ്ത് അതേപോലെ തന്നെ പാർട്ടീഷൻ എടുത്തിട്ട് നമ്മൾ ഈ ഫോയിൽ പേപ്പറിൻ്റെ മേലെ ഹെയർ വെച്ചിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ വേണ്ടത്. ഇത് നമ്മൾ 30 മിനിറ്റോളം വെയിറ്റ് ചെയ്ത് വെക്കണം. 30 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിത് അഴിച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളി കളറായിട്ടാണ് കേട്ടോ വരിക. ഹൈലൈറ്റ് ചെയ്ത എല്ലാ ഭാഗത്തും നല്ല അടിപൊളിയായിട്ട് കളറായിക്കണ്. അങ്ങനെ ഇത് മൊത്തം ഊരി കൊടുത്തതിന് ശേഷം നമ്മൾ ഹെയർ വാഷ് ചെയ്യണം. ഷാമ്പു യൂസ് ചെയ്തിട്ടാണ് കേട്ടോ വാഷ് ചെയ്യേണ്ടത്. ഷാമ്പു യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കണ്ടീഷണർ 10 മിനിറ്റ് തലയിൽ വെച്ചിട്ട് വേണം കേട്ടോ വാഷ് ചെയ്യാൻ. അങ്ങനെ ഞാൻ നേരെ പോയി വാഷ് ചെയ്ത് വന്നു. ഇനി ഇതിൻ്റെ അവസാനത്തെ ആഫ്റ്റർ ലുക്ക് കണ്ടെങ്ങൾക്ക് ഇതാണ് കേട്ടോ. ഇതിൻ്റെ ആഫ്റ്റർ ലുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ സലൂണിൽ പോയിട്ട് കളർ ചെയ്ത് എങ്ങനെ ഉണ്ടാവുക അതേപോലെ കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ സ്ട്രീക്സിൻ്റെ ഹെയർ ഹൈലൈറ്റിംഗ് കിറ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള COOSHK40 യൂസ് ചെയ്യുന്നത് 234 rupees ഫ്ലാറ്റ് 40% നിങ്ങൾക്ക് പർപ്പിൾ നിന്ന് മേടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ.